എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷീജ. ശ്രീഭദ്ര എന്ന നമ്മളുടെ ചാനലിലേക്ക് എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും കൃത്യമായ സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറയുന്നത് ഒരു ഇളവ യുവതിയാണ്. 27 വയസ്സുണ്ട്. ഉത്രട്ടാതി നക്ഷത്രമാണ്, പാലക്കാട് ജില്ലയിൽ. സാധാരണക്കാരാണ്. സാധാരണ ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു ബ്രദറുണ്ട്. ബ്രദർ ഒരു മൊബൈൽ ഷോപ്പിൽ നിൽക്കുകയാണ്. അമ്മ സാധാരണ ജോലിക്ക് പോകുന്ന ആളാണ്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. 27 വയസ്സുണ്ട്. ആലപ്പുഴ ജില്ലയിലാണ്. ഇടത്തരം ഫാമിലിയാണ്. ഇടത്തരക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സമീപ ജില്ലയിൽ നിന്നാണ് നോക്കുന്നത്. തൃശ്ശൂർ വരെ നോക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു ഇളവ യുവതിയാണ്. ആദ്യ വിവാഹമാണ്. 40 വയസ്സുണ്ട്. തൃശ്ശൂർ ജില്ലയിലാണ്. ഡിഗ്രിയാണ് വിദ്യാഭ്യാസം. പ്രൈവറ്റായിട്ട് ജോലിയുണ്ട്. അനുയോജ്യമായ ഏതൊരു ആലോചനയും നോക്കാം എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇളവ യുവതിയാണ്. 29 വയസ്സുണ്ട്. +2 ഡിപ്ലോമയാണ്. പൂരം നക്ഷത്രമാണ്. കോഴിക്കോട് ജില്ലയിലാണ്. സാധാരണക്കാരാണ്. അവർ സാധാരണക്കാരുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 97 47 45 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു നായർ യുവതിയാണ്. 42 വയസ്സുണ്ട്. പ്രൈവറ്റ് ജോബാണ്. പുനർവിവാഹമാണ്. അവർ കോട്ടയം ജില്ലയിലാണ്. ഇടത്തരക്കാരാണ്. ഇടത്തരം ആളുകളുടെ ആലോചന മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ആളാണ്. 42 വയസ്സൊന്നും തോന്നില്ല കണ്ടാൽ. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 89 43 45 36 92 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇളവ യുവതിയാണ്. 53 വയസ്സുണ്ട്. ഭർത്താവ് മരണപ്പെട്ടതാണ്. ജില്ല ജാതി അവർക്ക് പ്രശ്നമില്ല. സ്വന്തം വീടും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ദത്ത് നിൽക്കാനും അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവർ പറഞ്ഞത് നല്ല സ്വഭാവമുള്ള ഒരാളായാൽ മതി എന്ന് മാത്രമാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു ഇളവ യുവതിയാണ്. 35 വയസ്സ്. സ്വന്തം ഷോപ്പാണ്. ആദ്യ വിവാഹം. അവിട്ട നക്ഷത്രമാണ്. കോഴിക്കോട് ജില്ലയിലാണ് അവരുടെ വീട് വരുന്നത്. കോഴിക്കോട് ജില്ലയിലാണെങ്കിലും കൂടിയിട്ട് അവർക്ക് ജില്ല അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ബിസിനസ് താല്പര്യമുള്ള ആൾക്കാർ, വിദേശം, ഇനിയിപ്പോൾ സാധാരണക്കാരായാലും അവരെ കൂടെ നിൽക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നോക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 75 59 92 05 53 ഈ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്. 75 59 92 05 53. ഓക്കെ. അടുത്തതൊരു നായർ യുവതിയാണ്. 35 വയസ്സ്. BA ആണ് വിദ്യാഭ്യാസം. പുനർവിവാഹമാണ്. പാലക്കാട് ജില്ലയിലാണ്. ജോലി അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നല്ല സ്വഭാവമുള്ള ഒരാളാവണം എന്നുള്ളതാണ്. ജില്ല ഏതായാലും അവർ കുഴപ്പമില്ല നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 97 45 99 21 27 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു നായർ യുവതിയാണ്. 34 വയസ്സ്. പുണർദം നക്ഷത്രമാണ്. ആദ്യ വിവാഹം. അച്ഛനും അമ്മയും മരണപ്പെട്ടതാണ്. ഒരു സിസ്റ്ററുണ്ട്. കല്യാണം കഴിഞ്ഞു. ഡിപ്ലോമയാണ് വിദ്യാഭ്യാസം. സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുകയാണ്. ഇടത്തരത്തിന് മുകളിൽ സാമ്പത്തികമുണ്ട്. ഇവർ പാലക്കാട് ജില്ലയാണ്. ഏത് ജില്ലയായാലും നോക്കാമെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നാൾപ്പൊരുത്തം വേണമെന്ന് പറയുന്നുണ്ട്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 99 46 85 68 72 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു SC യുവതിയാണ്. 28 വയസ്സ്. പാലക്കാട് ജില്ല. ഡിഗ്രി വിദ്യാഭ്യാസമുണ്ട്. ഇടത്തരം സാമ്പത്തികമാണ്. SC വിഭാഗത്തിൽ നിന്നുള്ള ആലോചനയാണ് അവർ നോക്കുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു മുസ്ലിം യുവതിയാണ്. 40 വയസ്സ്. ആദ്യ വിവാഹമാണ്. കോഴിക്കോടാണ് അവരുടെ വീട് വരുന്നത്. ബാധ്യതയില്ലാത്ത പുനർവിവാഹം. ദത്ത് നിൽക്കാൻ പറ്റുന്നതാണ് അവർ നോക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ ആലോചനയാണ് നോക്കുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 70 34 80 27 42 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് ചെറിയൊരു വൈകല്യമുള്ള ഗണക യുവതിയാണ്. 31 വയസ്സ്. വയനാട് ജില്ല. ഏക മകൾ. ഇവർക്ക് ദത്ത് നിൽക്കാം. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട്
9946856872 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതൊരു വിശ്വകർമ്മ ഗോൾഡ് സ്മിത്ത് യുവതിയാണ്, 32 വയസ്സ്, പുനർവിവാഹമാണ്, SSLC ആണ് വിദ്യാഭ്യാസം, മലപ്പുറം ജില്ലയാണ്. സാധാരണക്കാരുടെ ആലോചന നോക്കുന്നത് വിശ്വകർമ്മയിൽ ഏത് വിഭാഗമായാലും അവർ നോക്കാമെന്ന് പറയുന്നുണ്ട്. 7025032008 ഈ നമ്പറിലേക്കാണ് കോൺടാക്റ്റ് ചെയ്യുന്നത്. അടുത്തൊരു നായർ യുവതിയാണ്, 37 വയസ്സ്, ഡൈവോഴ്സാണ്, ഉത്രം നക്ഷത്രം, ഡിഗ്രിയാണ്, പാലക്കാട് ജില്ലയിലാണ്. ഇവരെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് 7025322008 ഈ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ഇത്രയാണ് പറയുന്നത്. ഇപ്പോൾ ഒരു പാർട്ടി എന്നോട് പെട്ടെന്ന് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് തിരക്ക് പിടിച്ച് ചെയ്തത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഞാൻ ഓർത്തതാണ്, ഒരുപാട് ആൾക്കാർ നമുക്ക് രജിസ്ട്രേഷൻ ചെയ്തു എന്ന് കിട്ടുന്ന ഡീറ്റെയിൽസ് വിളിക്കുമ്പോൾ അവർ സാധാരണക്കാരല്ല, അല്ലെങ്കിൽ ഡിമാൻഡ് പറയുകയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക? നമ്മളോട് ഇപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് നിങ്ങൾക്ക് എന്താ ഡിമാൻഡ്, ഗവൺമെൻറ് ജോലി വേണോ, എങ്ങനെയാണ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് സാധാരണ ഒരു ആലോചന മതി. അപ്പോൾ നിങ്ങളെങ്ങനെയാണ് സാമ്പത്തികമായിട്ട്? ഞങ്ങൾ ഇടത്തരം അല്ലെങ്കിൽ സാധാരണ അത്രേ അവർ പറയണുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. പക്ഷെ നമ്മളടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് പറയുമ്പോൾ നമ്മൾ ഇടത്തരക്കാരാണ്, ഹൈ ഇതിലുള്ളതാണ്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾ വേണം, അങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ളതേ തരുള്ളൂ. പിന്നെ കുറച്ച് ആളുകളൊക്കെ എൻ്റെ വിളിക്കുമ്പോൾ ചിലർക്കൊക്കെ ഇനി കുറച്ചുകൂടെ നല്ല ആൾക്കാർ, കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡുള്ള ഇത് കിട്ടിയാലോ എന്ന് വെച്ചിട്ട് പിന്നെ വരുന്നതൊക്കെ ഒഴിവാക്കുന്ന, കല്യാണം ശരിയായി അല്ലെങ്കിൽ നിശ്ചയിച്ചു, ജാതകത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കി വിടുന്നൊരു പ്രവണത കാണാനുണ്ട്. നമുക്കിപ്പോൾ അതിൽ കൂടുതലായിട്ട് ആൾക്കാരായിട്ട് ഒരു ഇതായിട്ട് ചെയ്യാനും കഴിയില്ല. കാരണം നമുക്ക് എന്നാൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കണ്ട, അങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോണ ഒരു കണ്ടീഷനാണ് ഇപ്പോൾ പെൺകുട്ടികളുടെയൊക്കെ. കുറ്റം പറയുകയല്ല, നമുക്കൊരു മകളുണ്ടെങ്കിൽ ഏറ്റവും നല്ല നിലയ്ക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അല്ലേ. അപ്പോൾ അതേപോലെയൊക്കെ തന്നെയാവും അവരുടെ ആഗ്രഹങ്ങൾ. ഒന്നും നമുക്ക് തെറ്റ് പറയാൻ ആരും കഴിയില്ല. ഞാൻ പറയുക, നിങ്ങൾ എന്നെ ആയിരിക്കും തെറ്റ് വിചാരിക്കുക. ഈ ചേച്ചി ഇതിലിങ്ങനെ വന്ന് നിന്ന് ഒരുപാട് പറയുന്നുണ്ട്, ഞങ്ങളിതൊക്കെ കാണുന്നിട്ടല്ലേ വിളിക്കുന്നത്, എന്നിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടണത് ഉള്ളൊരു സങ്കടം എല്ലാവർക്കും ഉണ്ട്, എനിക്കറിയാം. അതൊക്കെ ഞാനൊരു സാധാരണ വീട്ടിലത്തെ ഒരാളാണ്. അതുകൊണ്ട് ഈ എമൗണ്ട് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ നമ്മൾ എങ്ങനെയും ഒന്ന് ശരിയായി കിട്ടിയാൽ മതി വെച്ചിട്ടാണ് ഇത് നോക്കണതെന്നും ഒക്കെ നമുക്കറിയാം. എന്ത് ചെയ്യും, നമുക്ക് ബുദ്ധിമുട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നൂടാച്ചിട്ടോ നിങ്ങളുടെ കല്യാണം ശരിയാവണ്ട എന്നുള്ളതിലല്ല, നിങ്ങളുടെ ശരിയായാലും നിങ്ങൾ അടുത്തുള്ളവരോട് പറയുള്ളൂ. അങ്ങനെയാണ് നമുക്ക് വരുന്ന കോളുകൾ അധികം. വീഡിയോ കണ്ടിട്ടല്ല, ആരെങ്കിലും ഒന്ന് കണ്ടിട്ട് സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വരുന്നവരാണ്. പിന്നെ മാരേജ് ശരിയായവർ പറഞ്ഞറിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ശരിയാവാത്ത ആളുകളും തൊട്ടടുത്ത ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ശരിയായിട്ടില്ലെങ്കിലും നിങ്ങൾ നോക്കി നോക്കും, നിങ്ങൾക്ക് ചിലപ്പോൾ ശരിയായാലോ എന്നുള്ള ഒരിതുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ എല്ലാ കസ്റ്റമറും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർ തന്നെയാണ്. പിന്നെ നമ്മളടുത്ത് വരുന്നത് ഇങ്ങനെയാണ്. ചിലപ്പോൾ ചില ആൾക്കാർ എന്തെങ്കിലും ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ഒന്ന് ഇതായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. കാരണം നമുക്ക് വലിയ സ്ട്രെസ്സാണ്. കാരണം പെൺകുട്ടികളുടെ വീട്ടിലേക്ക് നമ്മളിങ്ങനെ വിളിക്കുക, അവർ പറ്റില്ല എന്ന് പറഞ്ഞ് പോവുക, ഒരുപാട് കോളുകൾ ഒരു ദിവസം ചെയ്യണതാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടിലടയ്ക്കാണ്. അടച്ച ആൾക്കാർ അല്ലെങ്കിൽ അടയ്ക്കാനുള്ള ആൾക്കാർ നമ്മൾ ഫ്രീ ആയിട്ട് തരുമോ, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് തരാം, അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ വിളിച്ച് വരും. അവരുടെ ബുദ്ധിമുട്ട് അവർ പറയുന്നു, നമ്മളുടെ ബുദ്ധിമുട്ട് നമ്മൾ പറയുന്നു. അപ്പോൾ ആരും എന്നോട് ദേഷ്യമൊന്നും വിചാരിക്കരുത്. എല്ലാവരും പഴയതിൽ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകണത്, ഇങ്ങനെ ചെയ്യാനും കഴിയണത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും തുടർന്ന് എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് വിചാരിക്കുകയാണ്, ഞാൻ ആഗ്രഹിക്കുക തന്നെയാണ്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ വീഡിയോയിൽ പിന്നെ കമൻ്റ് ഇടണേക്കാൾ നല്ലത് എൻ്റെ നമ്പർ ഞാൻ അതിനകത്ത് കൊടുക്കുന്നുണ്ട്. ആ നമ്പറിൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാം. അതല്ലെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പിൽ അറിയിച്ചാൽ മതി. കമൻ്റായിട്ട് വരുമ്പോൾ നമ്മൾ ശ്രദ്ധപ്പെടണമെന്നില്ല. കുറേ നാൾ കഴിയുമ്പോഴൊക്കെ നമ്മൾ കമൻ്റ് അങ്ങനെ നോക്കി വരിക. അപ്പോൾ അതാരാന്ന് എനിക്ക് ട്രേസ് ചെയ്യാനും കഴിയില്ല. ഈ നമ്പർ അങ്ങനെ ട്രേസ് ചെയ്തെടുക്കാൻ എനിക്കറിയില്ല, സത്യം പറയാലോ. എനിക്കതിന് മാത്രമുള്ള ഇതൊന്നും അറിയില്ല. അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആൾ ആരാണ്, അയാളുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറുണ്ട്. അപ്പോൾ ആ നമ്പർ നോക്കിയിട്ട് അതിൽ ഒന്ന് വാട്സപ്പിൽ പറഞ്ഞാൽ മതി. ബുദ്ധിമുട്ട് എന്താ വന്നു വെച്ചെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി. പരമാവധി നമ്മൾ പരിഹരിച്ച് മുന്നോട്ട് പോണതാണ്. ഓക്കെ താങ്ക് യു.